ഒരുപാട് നേരമായി മണിയറയിൽ അവൻ ഒളിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. പുറത്ത് അവനെ കാത്ത് അവൻ്റെ കൂട്ടുകാരും നിൽക്കുന്നു. എന്തിനാണ് മണിയറയിൽ കയറിയത്? അത് ഒരു വലിയ പദ്ധതി ഇട്ടുകൊണ്ടായിരുന്നു. അന്ന് കല്യാണം കഴിഞ്ഞ മണവാളനും മണവാട്ടിയും രാത്രി സമയത്ത് അവരുടെ റൂമിലേക്ക് വരും. മണവാട്ടി അവളുടെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു വെക്കും. അത് എടുത്തുകൊണ്ട് പോകാൻ തന്നെ. നേരം ഒരുപാട് വൈകി. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു ഭാര്യയും ഭർത്താവും. അവർ മണിയറയിലേക്ക് പ്രവേശിച്ചു. കതകുകൾ അടച്ചു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി മനസ്സിൽ പാത്തുവെച്ച അവരുടെ സ്നേഹസല്ലാപങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നു. ഇതല്പം കണ്ടും കാണാതെയും കട്ടിലിന് തൊട്ടടിയിൽ ഒരാൾ ഒളിച്ചിരിക്കുന്ന വിവരം അവർ അറിഞ്ഞിരുന്നില്ല. അല്പസമയം കഴിഞ്ഞു. അവരുടെ സ്വപ്നങ്ങളൊക്കെ കൈമാറിയതിന് ശേഷം ഭർത്താവ് മൂത്രമൊഴിക്കാൻ വേണ്ടി വീട്ടിൻ്റെ പുറത്തേക്ക് പോയി. ഈ തക്കം തന്നെയായിരുന്നു കള്ളൻ്റെയും ലക്ഷ്യം. അയാൾ മേശയുടെ മുകളിൽ ഭാര്യ അഴിച്ചു വച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അല്പം മയക്കത്തിലായിരുന്ന ഭാര്യയുടെ കണ്ണ് വെട്ടിച്ച് കൈക്കലാക്കി ഇരുളിലേക്ക് മറഞ്ഞുപോയി. കഥയൊന്നും അറിയാതെ മൂത്രമൊഴിച്ച് ഭർത്താവ് മണിയറയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഉറക്കിലേക്ക് ഊളിയിട്ടിറങ്ങി. കള്ളന്മാർ ഒരു സ്ഥലത്ത് പോയി അവരുടെ കരാറ് പ്രകാരം കിട്ടിയത് പകുതിയും പകുതിയുമാക്കി ഓഹരി ചെയ്ത് അവരും അവരുടെ വഴിക്ക് പോയി. നേരം സുബ്ഹി ബാങ്ക് കൊടുക്കുന്നു. ഭാര്യ ഞെട്ടിയുടർന്നു. ആദ്യം തന്നെ നോക്കിയത് ഇട്ട് കൊതി തീരാത്ത തൻ്റെ സ്വർണ്ണാഭരണങ്ങളിലേക്കാണ്. പക്ഷെ അതവിടെ കാണുന്നില്ലല്ലോ. അവൾ സമാധാനിച്ചു. ഭർത്താവ് മാറ്റിവെച്ചതായിരിക്കുമെന്ന്. രാവിലെ നേരം വെളുത്ത് ചോദിക്കാനൊന്നും അവൾക്ക് സമയമുണ്ടായിരുന്നില്ല. ഉടനെ വിളിച്ചു. അല്ല, എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളാണ് മാറ്റിവെച്ചത്? അയാൾ പറഞ്ഞു, അല്ല, അതവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇവൾക്ക് ആശങ്ക വർദ്ധിച്ചു. വീണ്ടും ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്? അയാളും ഗൗരവം മനസ്സിലാക്കി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തൻ്റെ സത്യാവസ്ഥ പറയാൻ തുടങ്ങി. ഞാനെടുത്ത് മാറ്റിവെച്ചിട്ടില്ല. പ്രശ്നം ഒന്നുകൂടെ സങ്കീർണമായി. അവൾ കരയാൻ തുടങ്ങി. അത് തൊട്ടപ്പുറത്തുള്ള റൂമുകളിലേക്കൊക്കെ അലയടിച്ച് പോയി. എല്ലാവരും, വീട്ടിലുള്ള മുഴുവൻ ആളുകളും മണിയറയിലേക്ക് ഒഴുകിയെത്തി. വിവരങ്ങളൊക്കെ കേട്ടു. കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. അതിലൊരാൾ പറഞ്ഞു, ഇവൻ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നല്ലോ, ഇവൻ തന്നെയാണ് കള്ളൻ. അയാൾക്ക് ദേഷ്യമായി, വിഷമമായി. അയാൾ തൻ്റെ നിരപരാധിത്വം പറയുന്നുണ്ടെങ്കിലും ആരും അത് ചെവി കൊടുക്കുന്നില്ല. അവസാനം ഭാര്യയും ആ തീരുമാനത്തിൽ തന്നെ എത്തി. കള്ളൻ ഇയാൾ തന്നെ. പ്രശ്നം അതിഗുരുതരമായപ്പോൾ അവർ കൊണ്ടോട്ടിയിലെ ഫക്കീറുപ്പാപ്പയുടെ അരികിലെത്തി. ഫക്കീറുപ്പാപ്പ വലിയ മഹാനാണെന്നും മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണെന്നുമായിരുന്നു അവിടുത്തുകാരുടെ വിശ്വാസം. ഫക്കീറുപ്പാപ്പയുടെ അരികിൽ ചെന്ന് കാര്യങ്ങൾ വിശദമായി തന്നെ അവർ കേൾപ്പിച്ചു. ഒന്നും ചിന്തിക്കാതെ ഫക്കീറുപ്പാപ്പ പറഞ്ഞു, അത് ഞാൻ പറയാം. കള്ളൻ കപ്പലിൽ തന്നെയാണ്. ഈ വഞ്ചകനായ പുതിയാപ്പിള തന്നെയാണ് അത് കട്ടിട്ടുള്ളത്. ഫക്കീറുപ്പാപ്പയുടെ ഈ ജൽപ്പനം പുതിയാപ്പിളയെ ചൊടിപ്പിച്ചു കളഞ്ഞു. അയാൾ മാന്യനും ഭക്തനുമായിരുന്നുവല്ലോ. ഫക്കീറിൻ്റെ ഈ ജൽപ്പനം കേട്ട് ദേഷ്യം പിടിച്ച അയാൾ പറഞ്ഞു, ആരെങ്കിലും പറയുന്നത് കേട്ട് എന്നെ പഴിചാരാൻ നിന്നാൽ ഞാൻ വെറുതെ വിടുമെന്ന് ആരും കരുതേണ്ട. ആർജവമുണ്ടെങ്കിൽ വാ, നമുക്ക് മമ്പുറത്തെ ഉപ്പാപ്പയുടെ അരികിലേക്ക് പോകാം. അവിടുന്ന് മഹാനാണ്. കള്ളനെ തൊണ്ടി സഹിതം പിടിക്കാൻ കഴിവുള്ള വ്യക്തിത്വമാണ്. മണവാളൻ തുറന്നടിച്ചു പറഞ്ഞു. സത്യസന്ധത നിഴലിക്കുന്ന വാക്കുകൾ.
അവർ ഒന്നിച്ച് മമ്പുറത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ വിവരമറിഞ്ഞ ഫക്കീറുപ്പാപ്പ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പോയിക്കോ നിങ്ങൾ മമ്പുറത്തേക്ക്. സയ്യിദ് അലവി അത് കണ്ടെത്തിച്ചു തന്നാൽ എനിക്കതിൽ നിന്നൊരു പറ്റ് കൊണ്ടുവന്ന് തരണേ എന്ന് ഒന്നുകൂടെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അവർ മമ്പുറത്തെത്തി. തങ്ങൾ വിഷയം കേട്ടു. അല്പം മൗനമായി ഇരുന്നു കൊണ്ട് കള്ളന്മാരുടെ പേരും ഊരും പറഞ്ഞു കൊടുത്തു. അവരെ വരുത്തുകയും ചെയ്തു. അവർ ആദ്യം നിഷേധിച്ചുവെങ്കിലും മറച്ചുവെച്ച സ്ഥലം കൃത്യമായി അങ്ങ് പറഞ്ഞു കൊടുത്തു. അവർ മാപ്പിന് അപേക്ഷിക്കുകയും ചെയ്തു. ഉടൻ പോയി തൊണ്ടി സാധനവുമായി തിരിച്ചു വന്നു. തങ്ങൾ പറഞ്ഞു, ഇത് ഓഹരി വെച്ചപ്പോൾ ഒരു സ്വർണ്ണപ്പറ്റ് വീണു പോയിട്ടുണ്ട്. അത് ഇന്നാലിൻ്റെ സ്ഥലത്ത് കല്ലിൻ്റെ ചുവട്ടിൽ കാണും. അതെടുത്ത് കൊണ്ടോട്ടി ഫക്കീറിന് കൊടുത്തേക്കൂ. അയാൾ പാപം ദരിദ്രനല്ലേ. പറഞ്ഞ മാതിരി അവർ പറ്റ് ഫക്കീറുപ്പാപ്പയ്ക്ക് എത്തിച്ചു കൊടുത്തു. ആ നഷ്ടപ്പെട്ട് കിട്ടിയ പറ്റ് ഫക്കീറുപ്പാപ്പാക്ക് എത്തിച്ചു കൊടുത്തു. അയാൾ ഇളിഭ്യനും അപമാനിതനുമായി. ജനങ്ങൾ അതുവരെ അയാളിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം അതോടെ തകർന്നടിഞ്ഞു.